നമ്മുടെ ചുറ്റുപാടും നിറയെ പാമ്പാണ്. ഓരോ ദിവസവും പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. നിരവധി പേർ മരിക്കുന്നു. പാമ്പ് കടി ഏറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം? പാമ്പ് കടിക്കുള്ള മരുന്ന് ഓരോ ജില്ലയിലും ഏതൊക്കെ ആശുപത്രികളിലാണ് ഉള്ളത്? ഈ വീഡിയോ മുഴുവനായും കാണുക. പാമ്പ് കടി ഏറ്റാൽ ഒട്ടും സമയം കളയാതെ അപ്പോൾ തന്നെ 108-ൽ കനിവ് ആംബുലൻസ് ടീമിനെ വിളിക്കുക. പാമ്പ് കടിക്കുള്ള മരുന്ന് സ്നേക്ക് ആന്റി വെനം ആണ്. ഇത് ലഭ്യമായ എല്ലാ ആശുപത്രികളുടെയും ലിസ്റ്റ് 108 ടീമിന് സർക്കാർ നൽകിയിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചാൽ എത്രയും വേഗം കനിവ് ആംബുലൻസ് ടീം എത്തിച്ചേരും. ആന്റിവെനം ലഭ്യമായ ആശുപത്രികളിൽ നിങ്ങളെ കൃത്യമായി എത്തിക്കും. മരുന്ന് തേടി അലയേണ്ട ആവശ്യം വരുന്നില്ല. ഇനി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും പാമ്പ് കടി ഏറ്റാൽ വിഷ ചികിത്സ ലഭ്യമായ ആശുപത്രികളുടെ ലിസ്റ്റ് കൂടി പറയാം. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, SAT ആശുപത്രി, തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രികൾ, താലൂക്ക് ആസ്ഥാന ആശുപത്രി, CSI മെഡിക്കൽ കോളേജ്, ഗോകുലം മെഡിക്കൽ കോളേജ്. കൊല്ലത്തേക്ക് വന്നാൽ ജില്ലാ ആശുപത്രി, കൊട്ടാരക്കര, പുനലൂർ, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി, സർക്കാർ മെഡിക്കൽ കോളേജ്, ഐഡിയൽ, സെന്റ് ജോസഫ് മിഷൻ, ഉപാസന, ട്രാവൻകൂർ മെഡിസിറ്റി, ഹോളി ക്രോസ് ആശുപത്രി. പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട, തിരുവല്ല, അടൂർ ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, റാന്നി, മല്ലപ്പള്ളി താലൂക്ക് ആസ്ഥാന ആശുപത്രി, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ഹോളി ക്രോസ്, തിരുവല്ല മെഡിക്കൽ മിഷൻ. ആലപ്പുഴയിൽ സർക്കാർ മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, ചേർത്തല ചെങ്ങന്നൂർ താലൂക്ക് ഹോസ്പിറ്റൽ, KCM ഹോസ്പിറ്റൽ. കോട്ടയത്തേക്ക് വന്നാൽ അവിടെ മെഡിക്കൽ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്, കോട്ടയം ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല ജനറൽ ആശുപത്രികൾ, പാമ്പാടി, വൈക്കം, കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രികൾ, KR നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രം, SH മെഡിക്കൽ സെന്റർ, കാരിത്താസ്, സെന്റ് തോമസ്, മാർസ്ലീവ, ഭാരത്, മേരി ക്യൂൻസ്. ഇടുക്കിയിൽ ജില്ലാ ആശുപത്രി, തൊടുപുഴ, നെടുങ്കണ്ടം, പീരുമേട്, അടിമാലി താലൂക്ക് ആശുപത്രികൾ, പെരുവന്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. എറണാകുളത്ത് മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, മെഡിക്കൽ മിഷൻ, ചാരിസ്, ലിറ്റിൽ ഫ്ലവർ, മെഡിക്കൽ ട്രസ്റ്റ്, ആസ്റ്റർ മെഡിസിറ്റി, അമൃത മെഡിക്കൽ കോളേജ്, ലേക്ക് ഷോർ, സെന്റ് ജോർജ്, പറവൂർ താലൂക്ക് ഹോസ്പിറ്റൽ. തൃശൂരിൽ മെഡിക്കൽ കോളേജ്, ജൂബിലി മെഡിക്കൽ മിഷൻ, ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രി, മലങ്കര ഹോസ്പിറ്റൽ, എലൈറ്റ്, അമല മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, പുതുക്കാട്, കുന്നംകുളം താലൂക്ക് ആശുപത്രികൾ. പാലക്കാട് ജില്ലയിൽ സർക്കാർ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പാലന, വള്ളുവനാട്, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജില്ലാ ആശുപത്രി, സേവന ഹോസ്പിറ്റൽ, പ്രാഥമികാരോഗ്യ കേന്ദ്രം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, താലൂക്ക് ഹോസ്പിറ്റൽ. ഇനി മലപ്പുറത്തേക്ക് വന്നാൽ അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട്, അൽമാസ്, കിംസ്, അൽഷിഫ, മൗലാന ഹോസ്പിറ്റൽ, മിഷൻ ഹോസ്പിറ്റൽ, അൽഷിഫ, പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റൽ, EMS ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, തിരൂർ ജില്ലാ ആശുപത്രികൾ. കോഴിക്കോട് വന്നാൽ മെഡിക്കൽ കോളേജ്, ആസ്റ്റർ മിംസ്, ബേബി മെമ്മോറിയൽ, ആശ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, ജനറൽ ആശുപത്രി, വടകര ജില്ലാ ആശുപത്രി, കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റൽ. കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജ്, സഹകരണ ആശുപത്രി, AKG മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി, തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ. വയനാട്ടിൽ മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, സുൽത്താൻ ബത്തേരി THQ ആശുപത്രികൾ. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, THQ ആശുപത്രി. എല്ലാവരും ഈ ലിസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. പരമാവധി ആളുകളെ ഈ ലിസ്റ്റ് അറിയിക്കുക. ഓർക്കുക, പാമ്പ് കടി ഏറ്റാൽ ഒരു നിമിഷം പോലും വൈകാതെ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.